ഇന്ത്യൻ നാവികസേനയുടെ ലക്ഷദ്വീപ് മിനിക്കോയ് ഭാഗത്ത് ഒരു നാവിക താവളം ഇന്ന് ഇനാഗുറേഷൻ നടത്തുകയാണ്. അതായത് ഇന്ത്യയുടെ നാവികസേന മേധാവി മലയാളിയായ ഹരികുമാറാണ് അതിൻ്റെ ഓപ്പണിംഗ് ഇനാഗുറേഷൻ നടത്തുന്നത്. ജട്ടായു എന്ന അതിൻ്റെ പേര്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഡെവലപ്മെൻ്റാണ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ഓഷ്യൻ പരിസരത്ത് 2 ദിവസം മുമ്പ് ചൈനയുമായിട്ട് മാൽഡീവ്സ് അവരൊരു കരാറിൽ ഏർപ്പെടുകയാണ്. അപ്പം അതിന് പൂർണ്ണമായും ഡീറ്റെയിൽസ് പുറത്ത് വിട്ടിട്ടില്ല. പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ മീഡിയ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ചൈന മാൽഡീവ്സിന് എല്ലാ രീതിയിലുമുള്ള സൈനിക സഹായം ചെയ്യും. മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അകത്ത് പ്രത്യേകം എടുത്ത് പറയുന്നത് അതിനകത്ത് പണമിടപാടില്ല, അതായത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇനി ആലോചിച്ച് നോക്കേണ്ടൊരു സംഭവമുണ്ട്. ലോകത്ത് ഇന്ന് ആരും തന്നെ ആർക്കും ഫ്രീ ആയിട്ടൊന്നും കൊടുക്കില്ല. അപ്പം എന്തുകൊണ്ടാണ് ചൈന മാൽഡീവ്സിന് പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ട് സൈനിക സഹായം ചെയ്യുന്നത്? ഉറപ്പായിട്ടും ഇത് ഇന്ത്യക്ക് പൊട്ടൻഷ്യൽ ത്രെട്ട് തന്നെയാണ്. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു ടെൻഷന് തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വെറും 456 കിലോമീറ്റർ മാൽഡീവ്സിൽ നിന്ന് മിനിക്കോയ് ദ്വീപ്, അതായത് ലക്ഷദ്വീപിൽ മാറിയിട്ട് ഈ ഒരു ജട്ടായു എന്ന് പറയുന്ന ഈ സൈനിക താവളം ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്. അവിടെ എയർ സ്ട്രിപ്പ് ഉണ്ട്, ഫൈറ്റർ എയർക്രാഫ്റ്റിന് വരാം, ലാൻഡ് ചെയ്യാം. അപ്പം സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് അതിന് കൂടുകയാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് കേരളത്തിലെയും അതായത് സൗത്ത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതായത് ശ്രീലങ്കയിൽ തമിഴ് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, അതായത് ഇന്ത്യ ഗവൺമെൻറ് അവിടെ സൈനിക സഹായം കൊടുക്കുകയും ചെയ്ത സമയത്ത്, അതായത് തമിഴരെ സഹായിക്കാൻ വേണ്ടി പോയ സമയത്ത് ഇപ്പം തിരുവനന്തപുരം എയർ കമാൻഡ് എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ, അന്ന് ഈ പറയുന്ന പോലെ സദേൺ കമാൻഡ് ഒന്നും ആയിരുന്നില്ല, ഒരു ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഒരു ചെറിയ രീതിയായിരുന്നു ആ ഒരു സമയത്ത്, രാജീവ് ഗാന്ധിയുടെ സമയത്ത്. പിന്നീട് ഈ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് അതിന് വരികയാണ്. അതായത് മാൽഡീവ്സിൻ്റെ പ്രശ്നം വരുന്നു, അത് കഴിഞ്ഞ് ശ്രീലങ്കയുടെ പ്രശ്നം വരുന്നു. അതിനുശേഷമാണ് അത് സദേൺ കമാൻഡ് ആകുകയും അവിടെ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ സ്ക്വാഡ്രൺ വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ചൈനയുടെ ഈ പ്രശ്നം വരുന്നതോടുകൂടി, അതായത് മാൽഡീവ്സുമായിട്ടുള്ള ചൈനയുടെ സൈനിക ടൈപ്പ് വരുന്നതോടുകൂടി ഉറപ്പായിട്ടും മാൽഡീവ്സിൽ ഏതെങ്കിലും 1, 2, 3 ഐലൻഡിൽ ചൈനയുടെ സൈനിക താവളം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് അതിൻ്റെ അകത്ത് സബ്മറൈൻ വരും, അതേപോലെ തന്നെ എയർക്രാഫ്റ്റ് കരിയർ വരും. ഏകദേശം ഒരു 2000-3000 അടുപ്പും അത്രയും ഉള്ള സൈനിക ശക്തി അവിടെ വരും. ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സന്ദർഭത്തിൽ ഈ കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള ഈ പ്രദേശം, ഇന്ത്യയുടെ പ്രദേശം സ്ട്രാറ്റജിക്കലി ടെൻഷനിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊട്ടൻഷ്യൽ ത്രെട്ട് മാത്രമല്ല, എപ്പോഴും ടെൻഷനിലായിരിക്കും. കാരണം ഇതൊരു കപ്പൽ ചാല് കൂടിയാണ്. അതായത് ഇന്ത്യയുടെ നാവിക രീതി, അത് ഇപ്പോഴുള്ള നാവിക അതിൻ്റെ കപ്പാസിറ്റി വളരെയധികം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഉറപ്പായിട്ടും അമേരിക്കയുടെ ഒരു താവളമുണ്ട്, ഡിയോഗോ ഗ്രാഷ്യോ, ഇതുമായിട്ട് അടുത്താണ് കിടക്കുന്നത്. ചൈനയ്ക്ക് ചൈന ഇന്ന് വരെ നേരിട്ടിരുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ തായ്വാനും ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, ഈ പറയുന്ന ഇൻഡോ പസഫിക് ആ സീ സൈഡിൽ നിന്നും ഇന്ത്യൻ ഓഷ്യനിലെ ബ്ലൂ വാട്ടറിലോട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്? അതാണ് ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് മാൽഡീവ്സും ചൈനയും തമ്മിലുള്ള എയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 9000 കിലോമീറ്ററാണ്. അവരുടെ സീ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 12,000-13,000 കിലോമീറ്ററാണ്. അപ്പോൾ അവിടുന്ന് ഈ മാൽഡീവ്സ് പ്രതീക്ഷിക്കുന്നത് അവർക്ക് എന്തെങ്കിലും സഹായം ഇത്രയും ഡിസ്റ്റൻസിൽ നിന്ന് ചൈന ഇവിടെ ഏർപ്പാട് ചെയ്യുമെന്നാണ്.
അവിടെയാണ് മോൾഡീവ്സിന് തെറ്റാൻ പോകുന്നത്. അതായത് ഏകദേശം 10,000 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സുഹൃത്തും വെറും 250 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ശത്രുവും, ഇതാണ് ഇപ്പം മോൾഡീവ്സ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ $4.5 ബില്യൺ മോൾഡീവ്സിനെ സഹായിച്ചത്. അതേപോലെ തന്നെ കോവിഡ് വന്ന സമയത്ത് അവർക്ക് വാക്സിൻ പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. അവർക്ക് ഏതെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ എപ്പോഴും സഹായിക്കുന്ന ഇന്ത്യയാണ്. അവിടെ വാട്ടറിൻ്റെ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടായപ്പോഴും ഇന്ത്യയാണ് സഹായിച്ചത്. ഫർട്ടിലൈസർ ഇന്ത്യയാണ് സഹായിച്ചത്. മറ്റ് പലതും, ഇലക്ട്രിസിറ്റി ആണെങ്കിൽ അത് ജനറേറ്റ് ചെയ്യാൻ, ഇതെല്ലാം ഇന്ത്യയാണ് അവരെ സഹായിച്ചത്. പക്ഷെ പെട്ടെന്ന് മോൾഡീവ്സ് ചൈനയുടെ കൂടെ പോകുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചൈനയ്ക്ക് മോൾഡീവ്സിന് ഇപ്പം വേണം. ഒരു കാര്യം വളരെ കൃത്യമാണ്, ഈ പറയുന്ന ചൈന തന്നെയാണ് ശ്രീലങ്കയെ സഹായിച്ചത്. അവിടെ പോർട്ട് ഉണ്ടാക്കി, സ്ട്രാറ്റജിക് പോർട്ട് ഉണ്ടാക്കി, എയർപോർട്ട് ഉണ്ടാക്കി. അവസാനം ശ്രീലങ്ക എന്ന് പറയുന്നത് ഡെപ്റ്റ് റിഡൻ കണ്ടീഷനായി. അവസാനം അതിനെ ബെയിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യ തന്നെയാണ് സഹായിച്ചത്. അതിനേക്കാളും കഷ്ടമായിട്ടാണ് മോൾഡീവ്സ് ആകാൻ പോകുന്നത്. കാരണം ഉണ്ടാകാൻ പോകുന്ന കുറച്ചും കൂടെ വർഷം കഴിയുമ്പം ഈ മോൾഡീവ്സ് പൂർണ്ണമായിട്ടും ചൈനയുടെ കയ്യിലങ്ങ് പോകും. ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ചൈനയ്ക്ക് ഒരു കാരണവശാലും മുസ്ലിം കമ്മ്യൂണിറ്റിയോട് താല്പര്യമില്ലാത്ത രാജ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ദ്രോഹിച്ചിട്ടുള്ളത് ചൈന മാത്രമാണ്. താടി വെക്കുന്നവരെയും തൊപ്പി വെക്കുന്നവരെയും ചൈനീസ് ഗവൺമെൻറ് പറഞ്ഞ് തലയ്ക്ക് വെളിവില്ലാത്തവരാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു രാജ്യമാണ് ചൈന. ആ ചൈനയാണ് മോൾഡീവ്സുമായിട്ട് ചേരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം. ഇന്ത്യക്ക് ത്രെട്ടാണ് ഉറപ്പായിട്ടും. അത് ഇന്ത്യ ഓവർകം ചെയ്യും. ഇന്ത്യ കൂടുതൽ ശക്തമാകും. കാരണം ഈ കൊച്ചി നേവൽ ബേസ് കൂടുതൽ വലുതാകും, കൂടുതൽ സ്ട്രെങ്തൻഡ് ആകും. ചിലപ്പോൾ വിഴിഞ്ഞമോ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ പല ഭാഗത്തുമായിട്ടും വീണ്ടും നേവൽ ബേസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഉറപ്പായിട്ടും ചൈനയുടെ ത്രെട്ട് നമ്മൾ ഓവർകം ചെയ്തേ മതിയാവത്തുള്ളൂ. കൂടുതൽ ഈ പോർട്ടുകൾ കൂടുതൽ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലേസായി മാറും. കൂടുതൽ വാർഷിപ്പുകളും മറ്റ് സംഭവങ്ങളും അവിടെ ഉണ്ട്, സബ്മറൈൻ ക്യാമ്പും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് കുറച്ച് വർഷം കഴിയുമ്പോൾ മോൾഡീവ്സ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ചൈനയുടെ കയ്യിൽ പോകും. ഈ പറയുന്ന ഭരണാധികാരികൾക്കൊന്നും അവിടെ യാതൊരു പവറും ഇല്ലാതാകും. കാരണം ചൈന ഒരിക്കലും മുസ്ലിംസിനെ അംഗീകരിക്കുന്ന രാജ്യമേ അല്ല.